ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആൻഡ് ഈസി ബീഫ് ഫ്രൈ കുക്കറിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി ചെറുതായി കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കുക്കറിൽ ഒരു 5 വിസിൽ വരെ വേവിക്കാം. കുക്കറിന്റെ വ്യത്യാസം അനുസരിച്ച് വിസിലിന്റെ എണ്ണത്തിലും വ്യത്യാസമാവാം. അപ്പോഴേക്കും ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിൽ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ചെറുതായി അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി, 3/4 കഷ്ണം ഇഞ്ചിയും ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്കൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു തക്കാളി എടുത്തതില്ല, ഒരു തക്കാളി ഫുൾ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സൈസ് തക്കാളിയാണെങ്കിൽ 1/2 ചേർത്താലും മതിയായിരിക്കും. ഇത് 2-3 മിനിറ്റ് ശേഷം ചെറുതായി ഒന്ന് ഇളക്കിയ ശേഷം ബീഫ് ഫ്രൈക്ക് ആവശ്യമായ മസാല ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം അത് അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബീഫും കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് മൂടി വയ്ക്കാം. ഇതിലേക്ക് അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ എണ്ണയും 1 പിടി കറിവേപ്പിലയും 1 നുള്ളും കുരുമുളകും ചേർത്ത് നമുക്കതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. വീണ്ടും നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാം. താങ്ക്